عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها المؤمنون والمؤمنات أوصيكم إياي بتقوى الله ഫഫ്അലു മാ അമറക്കുമുല്ലാഹ് വൻതഹു അമ്മാ നഹാക്കുമുല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് പരിപൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് കോടാനുകോടി സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് മനുഷ്യൻ. ഒരു പടപ്പിനെ അത് ഏത് രൂപത്തിൽ പടയ്ക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഏറ്റവും അത്യുത്തമ സൃഷ്ടിയായ മനുഷ്യരായി നമ്മൾ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മെ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമുക്ക് ചോദിക്കുവാനുള്ള അധികാരമുണ്ടാകുമായിരുന്നില്ല, എന്നെ എന്തുകൊണ്ടൊരു മനുഷ്യനായി സൃഷ്ടിച്ചിട്ടില്ല എന്ന്. കാരണം അത് അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തി അവൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ ഓരോരുത്തരെയും മനുഷ്യനായി സൃഷ്ടിച്ചു. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല, നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ല. നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. മനുഷ്യരെന്ന് പറയുമ്പോൾ ഈ ലോകത്തെ 800 കോടിയോളം ആളുകൾ, അതിലധികം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അനുഗ്രഹം ചെയ്തിട്ടുള്ളത് മുസ്ലിമീങ്ങൾക്കാണ്. അല്ലാഹു നമ്മളെ മുസ്ലിമായി ഈ ലോകത്ത് കൊണ്ടുവന്നു. എത്ര വലിയ അനുഗ്രഹമാണ്! നമ്മൾ ഇന്ന് ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ലോകത്ത് കോടാനുകോടി ആളുകൾക്ക് ലഭിക്കാത്ത, കൈവന്നിട്ടില്ലാത്ത, മുസ്ലിമാകുക എന്നതിൻ്റെ സൗഭാഗ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ മുസ്ലിമായി സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്, എത്ര വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. വഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മുടെ അനുഗ്രഹം നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. മുസ്ലിം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കണം, അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമുദായത്തിന് ഏതെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ടോ, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ആ ആശങ്കപ്പെട്ട കാര്യങ്ങളൊക്കെയും പ്രകടമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാം ഏതാണെന്ന് തിരിച്ചറിയാതെ ഞാൻ മുസ്ലിമായി ജീവിച്ചു മരിക്കുമ്പോൾ അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏത് രൂപത്തിലാണോ മുസ്ലിമായി ജീവിച്ചു മരിച്ചത്, അതേ രൂപത്തിൽ ഞാൻ ഇവിടെ മുസ്ലിമായി കൊണ്ട് ജീവിച്ചു മരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് മുസ്ലിമീങ്ങളിൽ തന്നെ വളരെ വിരളമാണ്. നമ്മൾ നമ്മുടെ കമ്പോളങ്ങളിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുവാൻ വേണ്ടി പോയി ആ സാധനം ആവശ്യപ്പെടുകയും സാധനം നമ്മുടെ കയ്യിലേക്ക് വച്ചു തരികയും ചെയ്യുമ്പോൾ അതിന് പകരമായി നമ്മൾ കൊടുക്കുന്നത് രൂപയാണ്. ഓരോ നാട്ടിലും ആ നാട്ടിലുള്ള നാണയങ്ങൾ കൊടുക്കും. നമ്മൾ ഈ നാണയം കൈമാറുമ്പോൾ ഈ രാജ്യത്ത് അംഗീകരിക്കുന്ന ശരിയായ രൂപത്തിലുള്ള നാണയമല്ല നമ്മൾ കൈമാറുന്നതെങ്കിൽ വ്യവസായി നമ്മളിൽ നിന്ന് ആ സാധനം തിരിച്ചു വാങ്ങുകയും നമ്മുടെ നാണയത്തൊട്ടുകൾ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഒരുപക്ഷെ വ്യാജ നാണയത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള നിയമക്കുരുക്കുകളിൽ പോലും നമ്മൾ അകപ്പെട്ടു എന്നിരിക്കും. നമ്മൾ ഓർക്കണം, ലോകത്തുള്ള കോടാനുകോടി മുസ്ലിമീങ്ങൾ പാരത്രിക ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അത്യുന്നതമായ അനുഗ്രഹം സ്വപ്നം കണ്ടുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ ഏതൊരു കാര്യത്തെ അവലംബമാക്കിക്കൊണ്ടാണ് നാളെ പരലോകത്ത് അവന് സ്വർഗം കിട്ടുമെന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തി ലഭിക്കുമെന്നും അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ദീനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമ്മൾ ഈ ദീനിനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ദീനിന് അപാകതയുണ്ടെങ്കിൽ, നാം അനുഷ്ഠിച്ച, നാം വിശ്വസിച്ച വിശ്വാസങ്ങൾ, നാം അനുഷ്ഠിച്ച ആചാരങ്ങൾ അത് യഥാർത്ഥ ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം, വിപത്ത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് നമുക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും വിലയുള്ള ഒരു സാധനമാണ് സ്വർണം. ഈ സ്വർണം അതിൻ്റെ വാക്താക്കൾ അതിന് പരിശോധിക്കുവാനുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കും. ഉരച്ച് പരിശോധിക്കും, മറ്റു പല ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് പൊന്നാകണമെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരിക്കണം. അത് പരിശോധിക്കാനുള്ള മാനദണ്ഡം ഉപയോഗപ്പെടുത്തി പരിശോധിക്കുമ്പോൾ അതിന് സ്വർണത്തിൻ്റെ വിലയുണ്ടാകും. ദീനിനെ എങ്ങനെ നമ്മൾ പരിശോധിക്കും? അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ എങ്ങനെ പരിശോധിക്കും? അതിൻ്റെ മാനദണ്ഡം എന്ത്? അതിൻ്റെ ഉരകല്ലെന്ത്? ഗൗരവപൂർവ്വം ചിന്തിക്കണം. അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന സമയത്ത് മുസ്ലിം ഉമ്മത്ത് വിവിധ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ പേരിൽ ഛിന്ന ഭിന്നമാകുമെന്ന് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സാധാരണക്കാരനും ശരിയായ ദീനിനെ വ്യക്തമാകും വിധമുള്ള നിർദ്ദേശങ്ങൾ, ലളിതമായ ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? കിതാബല്ലാഹി വ സുന്നത്ത റസൂലിഹി, അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ
പ്രവാചകന്റെ ചര്യകളുമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും, നാം ഏറ്റവും അധികം വിലമതിക്കുന്ന, നമുക്ക് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഏതൊരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ നമ്മൾ ത്യാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ദീൻ യഥാർത്ഥ ദീനാണെന്ന് പരിശോധിച്ചു നോക്കി മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകന്റെ ചര്യയുടെയും ഒക്കെ വെളിച്ചത്തിൽ ശരിയായ ദീനിനെ പുൽകി അതിനുവേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായാലും, എത്ര വലിയ സ്നേഹിതന്മാരുടെ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്നാലും, ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, ഈ ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അത് പാരത്രിക ലോകത്ത് അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. യഥാർത്ഥ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ചാലും കുഴപ്പമില്ല. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ജീവിതമാണ്, അല്ലേ? സാധാരണ നമ്മൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹു നിനക്ക് ദീർഘായുസ്, ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ആഫിയത്തോടു കൂടെയുള്ള ആയുസ്, അതില്ലാതെ കുറേ പണവും പ്രതാപവും സൗകര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഓർക്കണം, ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പോലും, മറ്റുള്ളവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും 1000 കൊല്ലം ജീവിക്കണമെന്നും അന്നും അതിനർത്ഥമില്ല. നൂഹ് നബിയൊക്കെ ജീവിച്ചതുപോലെ 950 വർഷം ജീവിക്കണമെന്ന് അതിനർത്ഥമില്ല. നമുക്കൊരു ദീർഘായുസ് എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നത് 70 80 വയസ്സൊക്കെയാണ്. 80 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, 30,000 ദിവസം പോലും 80 വയസ്സ് ജീവിച്ച് തീർത്ത ഒരു കിളവന് 30,000 ദിവസം പോലും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വെറും 29,200 ദിവസം, 29,200 ദിവസം. 70 വർഷം ജീവിക്കുന്നതിന് 25,550 ദിവസം. 60 വർഷം ജീവിക്കുന്നവന് 21,900 ദിവസം. 50 വർഷം ജീവിച്ച് അർദ്ധായുസ് പൂർത്തിയാക്കി എന്ന അഭിമാനത്തോടുകൂടെ നിവർന്നു നിൽക്കുന്നവൻ ചിന്തിക്കണം, ഞാനിവിടെ ജീവിച്ചത് വെറും 18,250 ദിവസം മാത്രമാണ്. വളരെ തുച്ഛമായ ദിവസം. ഈ ഭൗതിക ലോകത്ത് എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതൊക്കെയും ഈ തുച്ഛമായ ജീവിതത്തിൽ വിരലിലെണ്ണാൻ കഴിയുന്ന ദിവസങ്ങളിൽ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണ്. ഭൗതിക ലോകത്തിൻ്റെ സൗകര്യങ്ങൾക്കും മറ്റുള്ളവരുടെ പ്രശംസകൾക്കും വേണ്ടി യഥാർത്ഥ ദീനിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ട്, പ്രവാചകന്റെ ചര്യയെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട്, ഏതെങ്കിലും പണ്ഡിത പുരോഹിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പേറിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ അത് അനന്തമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അനന്തമായ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ഭൗതിക ലോകത്ത് അല്പസ്വല്പമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതൊരു പ്രയാസമാക്കേണ്ടതില്ല. അതൊക്കെ പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ അനുയായികൾക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ലിഇലാഇ അള്ളാഹുവിൻ്റെ വചനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കുന്നതിന് വേണ്ടി, ഇബ്തിഗാ വജ്ഹില്ലാ, അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് പരിപൂർണ്ണ മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാർ, ഈ ദീനിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ദീന് കൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടോ? ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്. ദീന് കൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? യഥാർത്ഥ ദീൻ ഇതാണെന്ന് മനസ്സിലായി. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ ദീന് കൊണ്ട് കിട്ടേണ്ടുന്ന നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 1912 ലോകത്ത് ഇന്നും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നു. ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കപ്പൽ, അന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര കപ്പൽ, അതിൻ്റെ കന്നിയാത്രയിൽ 1500 കോടീശ്വരന്മാരുടെ മരണത്തിന് കാരണമായിക്കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു മഞ്ഞുകട്ടയിൽ ഇടിച്ച് തകരുകയുണ്ടായി. എന്തിനാണ് ഞാൻ ആ സംഭവം ഇവിടെ പറയുന്നത്? ടൈറ്റാനിക് ഓടിക്കുന്ന അതിൻ്റെ ക്യാപ്റ്റൻ
ഒരിക്കലും മുങ്ങുകയില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടെ അതിഭീകരമായ കപ്പലിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ചകലെയായ ഒരു ചെറിയൊരു മഞ്ഞ്, ഒരു ഐസിൻ്റെ ഒരു ചെറിയൊരു കുന്നൊരു കഷ്ണം പ്രത്യക്ഷപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും ഭീമാകാരനമായ കപ്പലിൻ്റെ മുമ്പിൽ ഈ ഐസ് കഷ്ണം ഒന്നുമല്ല എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയില്ല. ഐസിനൊരു പ്രത്യേകതയുണ്ട്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 10/9 ഭാഗവും വെള്ളത്തിന് താഴെയായിരിക്കും. ഒരു ഭാഗം മാത്രമേ വെള്ളത്തിൻ്റെ മുകളിൽ കാണുകയുള്ളൂ. അദ്ദേഹം ദൂരെ നിന്ന് കാണുന്ന വലിപ്പമായിരുന്നില്ല അതിനുണ്ടായിരുന്നത്. അതിൻ്റെ 9 ഇരട്ടി വലിപ്പമുള്ള ഒരു പർവ്വത സമാനമായിട്ടുള്ള ഒരു മഞ്ഞുമലയായിരുന്നു അത്. അതിൽ ചെന്നിടിച്ചു. കപ്പൽ തകർന്നു. 1500ഓളം വരുന്ന അതിസമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ അതിൽ മൃതിയടഞ്ഞു. എന്തിനാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത്? ഈ ഐസ് കെട്ട ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യർ, നമ്മൾ ഓരോരുത്തരെയും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് ഈ ബാഹ്യമായിട്ടുള്ള ശരീരത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ടാണ്. നമ്മുടെ കൈയും കാലും ശരീരവും ഉടലും തലയും ഇത് മാത്രമാണ് നമ്മളെ വിലയിരുത്തുന്നതിൽ നമ്മൾ പരിഗണിക്കുന്ന വിഷയം. നമ്മൾ ഓർക്കണം, ഈ പുറമെ കാണുന്നത് നമ്മുടെ 10/1 ഭാഗം മാത്രമാണ്. 10/9 നമ്മളിൽ മറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ മനസ്സ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആന്തരികമായ ചൈതന്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്ന് ഒരുപാട് നൂറ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ അള്ളാഹുവിൻ്റെ നൂറിനെ സംബന്ധിച്ചാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഈ ലോകത്തു നിന്ന് നേടിയെടുക്കേണ്ട വെളിച്ചം, അത് പരലോകത്ത് നമുക്ക് ഇന്നിവിടെ വെളിച്ചം കാണാൻ ഇപ്പോൾ ഈ പള്ളിയിൽ ആവശ്യത്തിലധികം ബൾബുകളുണ്ട്. പുറത്തേക്കിറങ്ങിയാൽ കത്തിജ്വലിക്കുന്ന സൂര്യനുണ്ട്. പാതിരാത്രി ആയാൽ വെളുത്തുവാവ് ദിവസങ്ങളായതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ചന്ദ്രൻ്റെ പ്രഭയുണ്ട്. എന്നാൽ പരലോകത്ത് നമ്മൾ അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന സമയം നമുക്ക് ഈ പറഞ്ഞ വെളിച്ചങ്ങളൊന്നും ഉപകരിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക്കൽ ഫൗസുൽ അദീം. മുഅ്മിനീങ്ങളായിട്ടുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും നീ കാണുന്ന ദിവസം, യൗമത്തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ വലതുഭാഗത്തും അവരുടെ മുന്നിലും വെളിച്ചം സഞ്ചരിക്കുന്നു. ബുശ്റാകുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം അവരോട് പറയപ്പെടും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ ആരാമങ്ങൾ കൊണ്ട്, സ്വർഗീയ ആരാമങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഖാലിദീന ഫീഹാ, നിങ്ങൾ അവിടെ ശാശ്വതരാണ്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, ഇതാണ് വമ്പിച്ച വിജയം. മുഅ്മിനീങ്ങൾക്ക് വെളിച്ചമുണ്ട്. എന്നാൽ ഈ ലോകത്ത് മുസ്ലിമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുടെ കാര്യമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. മുഅ്മിനീങ്ങളുടെ മുന്നിലും വലതുഭാഗത്തും വെളിച്ചമുണ്ടാകുമ്പോൾ കപടവിശ്വാസികൾക്ക് വെളിച്ചമില്ല. ആരായി കപടവിശ്വാസികൾ? അത് ഇസ്ലാമിന് പുറത്തുള്ള ആളുകളല്ല, ബാഹ്യമായി ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരാണ്. പക്ഷേ അവരുടെ ആന്തരികമായിട്ടുള്ള വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി അവർ ചിന്തിച്ചിട്ടില്ല. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനൂ, കപടവിശ്വാസികളും കപടവിശ്വാസിനികളും മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറയും, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഞങ്ങളെയൊന്ന് നോക്കണേ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾ അല്പം കൊളുത്തിയെടുക്കട്ടെ. നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് അല്പം ഞങ്ങൾ പകർന്നെടുക്കട്ടെ. ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ.
ആ സമയത്ത് അവരോട് പറയപ്പെടും, ഖീല ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ, നിങ്ങൾ വെളിച്ചം ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് നിങ്ങൾക്കത് കൊളുത്തിയെടുക്കാനും സാധ്യമല്ല. ഇർജിഉ വറാഅകും, നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് മടങ്ങൂ. ഫൽതമിസൂ നൂറാ, അവിടെ നിങ്ങൾ വെളിച്ചം അന്വേഷിക്കൂ. ഫളുരിബ ബൈനഹും ബിസൂരിൻ, ഇങ്ങനെ കപടവിശ്വാസികളും വിശ്വാസിനികളും ഇങ്ങനെ വെളിച്ചത്തിന് വേണ്ടി ഇത്തരം ചോദ്യങ്ങളും മറുപടികളും നടക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മറ വരികയാണ്. ലഹു ബാബും ബാത്തിനുഹു ഫീഹി റഹ്മ വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. ആ മറയുടെ ഉൾഭാഗം, വിശ്വാസികളുള്ള ഭാഗം റഹ്മത്തിൻ്റെതാണ്, അതിൻ്റെ പുറം ഭാഗം വിവിധങ്ങളായിട്ടുള്ള അദാബിൻ്റെതാണ്, ശിക്ഷയുടേതാണ്. ഗൗരവപൂർവ്വം ചിന്തിക്കണം. ആ സമയത്ത് കപടവിശ്വാസികൾ മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയും, യുനാദൂനഹും അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഈ ലോകത്ത് ജീവിക്കുമ്പോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഖാലൂ ബലാ, സംഗതി ശരിയാണ്. വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ഫിത്നയിലാക്കി, കുഴപ്പത്തിലാക്കി, അതിനെ നിങ്ങൾ സംസ്കരിച്ചെടുത്തില്ല. വതറബ്ബസ്തും വർതബ്തും, നിങ്ങൾ മറ്റുള്ളവർക്ക് നാശം പാർത്ത് കഴിയുന്നവരായിരുന്നു. മുസ്ലിമീങ്ങളാണെങ്കിലും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് നന്മ വരണമെന്ന് കാക്ഷിക്കുന്നതിന് പകരം അവർക്ക് നാശം പാർത്തുകൊണ്ട് കഴിയുന്നവരായിരുന്നു. വർതബ്തും, നിങ്ങൾക്ക് ശരിയായ വിശ്വാസമുണ്ടായിരുന്നില്ല, നിങ്ങൾ സംശയത്തിലാണ് നിലകൊണ്ടത്. വഗറത്തുകുമുൽ അമാനിയു, വ്യാമോഹം നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു, നിങ്ങൾ വ്യാമോഹത്തിൽ കഴിഞ്ഞുകൂടി. ഹത്താ ജാഅ അംറുല്ലാഹി, അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, ഏറ്റവും അധികം വഞ്ചിക്കുന്ന പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കണം. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ദുനിയാവിൽ നമ്മൾ പാരത്രിക ലോകത്തേക്ക് അള്ളാഹുവിൻ്റെ നൂറ് കരസ്ഥമാക്കണം. നമ്മുടെ ഹൃദയരംഗം, അന്തരംഗം പ്രകാശിക്കണം അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുത്താൽ ഈ നൂറിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, അള്ളാഹുവേ എൻ്റെ കൽബിൽ നീ നൂറ് നിറയ്ക്കണം. വഫീ ബസരി നൂറാ വഫീ സമഇ നൂറാ, എൻ്റെ കാഴ്ചയിലും എൻ്റെ കേൾവിയിലും നീ നൂറ് നിറയ്ക്കണം. വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ, എൻ്റെ വലത്തും ഇടത്തും നീ നൂറ് നിറയ്ക്കണം. വഫൗഖി നൂറാ, എൻ്റെ മേലെയും വതഹ്തി നൂറാ, എൻ്റെ താഴ്ഭാഗത്തും നൂറ്, എൻ്റെ വലതും ഇടതും നൂറ്, എൻ്റെ മുകളിലും താഴെയും നൂറ്, എൻ്റെ കാഴ്ചയിലും കേൾവിയിലും നൂറ് നിറയ്ക്കണം. എൻ്റെ ഹൃദയത്തിൽ നീ നൂറ് നിറയ്ക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ജഅല്ലി നൂറാ, അല്ലാഹുവേ എനിക്ക് നീ നൂറ് നൽകണമേ, വെളിച്ചം നൽകണമേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വെളിച്ചം നൽകണം, നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, അവൻ്റെ ആ ദിക്ർ, അതാണ് നൂർ. അള്ളാഹുവിൻ്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളതൊക്കെ മാറ്റിവെക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. അത് ഹൃദയത്തിൽ അള്ളാഹുവിന് കൊടുക്കണം നമ്മൾ സ്ഥാനം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാം കൊള്ളെ ആരുടെയെങ്കിലും സോദരനെ അള്ളാഹു ശർഹ് ചെയ്താൽ, വിശാലമാക്കിയാൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കുറച്ചു ഭാഗം ഉൾക്കൊണ്ടാലെന്നല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊള്ളാനുള്ള ഒരു ശർഹ് സുദൂർ ആർക്കെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ നൂറിലാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, നൂറില്ലാത്തവരെ സംബന്ധിച്ചാണ് പറയുന്നത്, ഫവൈലുൽ ലിഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, അതിൽ ആ സ്മരണയിൽ നിന്ന് അകന്നുകൊണ്ട് ഹൃദയം കടുത്തുപോയവർക്കാകുന്നു സർവനാശവും. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാകുന്നു, അവർ വ്യക്തമായ വഴികേടിലാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ,
നാളെ പരലോകത്ത് നമ്മൾ പോകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കരസ്ഥമാക്കി കൊണ്ടുപോകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ നൂർ, അള്ളാഹുവിൻ്റെ സ്മരണ, അത് നിലനിർത്തുന്ന ഹൃദയമായി നമ്മുടെ ഹൃദയത്തിനെ നിലനിർത്തണം. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ മറ്റ് ഇബാദത്തുകളുമൊക്കെ അള്ളാഹുവിൻ്റെ ദിക്റിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിനെ നിലനിർത്തുന്നതിന് വേണ്ടി, എന്നെ ദിക്ർ ചെയ്യുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സ്മരണ നിറയ്ക്കാൻ ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് മാറ്റിവെക്കുക. പണം അത് നമുക്ക് കീശയിൽ വയ്ക്കാം, നെഞ്ചിനകത്ത് വെക്കരുത്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതല്ല. പണം കീശയിൽ വെക്കുക, കൂടുതലുണ്ടെങ്കിൽ ബാഗിൽ വെക്കുക, ഇനിയും കൂടുതലെങ്കിൽ വീട്ടിലൊരു പെട്ടിയുണ്ടാക്കി അതിൽ സൂക്ഷിച്ചോ. അതിലും കൊള്ളില്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചോ. ഹൃദയത്തിൽ അതിനല്ല സ്ഥാനം കൊടുക്കണം. ഹൃദയം അള്ളാഹുവിന് വിട്ടുകൊടുക്കണം, അത് പ്രകാശിപ്പിക്കണം. അള്ളാഹുവാകുന്ന വെളിച്ചം കൊണ്ട് ഹൃദയത്തെ പ്രകാശിപ്പിക്കണം. അല്ലാഹു നൂറു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആകാശഭൂമിയുടെ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ നൂറിലേക്ക് അവൻ വഴി നടത്തുന്നു. അത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ പരിപൂർണമായ താമായ നൂറ് നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ വെളിച്ചമില്ലാതെ വിഷമിക്കുന്ന കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ആരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറില്ലാഹി മാ ബഅദ്. ഊസീകും ഇയ്യായ ബിതഖ്വല്ലാഹ് ഫഫഅലൂ മാ അമറകുമുല്ലാഹ് വൻതഹു അമ്മാ നഹാകുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് പരിപൂർണ്ണ മുത്തക്കിങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകം ബഹുമാനം കൊടുക്കേണ്ട ഒരു ദിവസമാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഈ ദീനിൽ പല ബിദ്അത്തുകളും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായ ബിദ്അത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ നൽകുന്ന ഉത്തരം ജുമഅയ്ക്ക് താമസിച്ചു വരിക എന്നുള്ള ബിദ്അത്താണ്. ജുമഅയ്ക്ക് വൈകി വരിക. നമ്മൾ ഓർക്കണം, ജുമഅയുടെ ആദ്യ സമയത്ത് വരുന്നവനും രണ്ടാമത്തെ സമയത്ത് വരുന്നവനും ഒരേപോലെയല്ല. നമ്മൾ വരുന്ന സമയക്രമത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്നു. ജുമഅയിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മലക്കിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. ആദ്യം വരുന്നവന് ഒട്ടകത്തെ ബലിയറുത്ത പ്രതിഫലവും, രണ്ടാമത് വരുന്നവന് ഒരു കാളയെ ബലിയറുത്ത പ്രതിഫലവും, അങ്ങനെ തുടങ്ങി അവസാനം മുട്ടയിൽ ചെറിയ കോഴിമുട്ടയുടെ അത്രയും പ്രതിഫലം കിട്ടുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ സമയക്രമത്തിനനുസരിച്ച് കൊണ്ട് തന്നെ ഫളായിലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എന്താ? പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും ജിന്നുകളുമല്ലാത്ത സർവ്വചരാചരങ്ങളും നടുങ്ങി വിറയ്ക്കുന്ന ദിവസമാണ് യൗമുൽ ജുമുഅ. കാരണം അന്ത്യനാൾ സംഭവിക്കുന്നത് ജുമുഅയിലാണ്. മനുഷ്യനബോധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് നിർവഹിക്കുക. നിങ്ങളുടെ സ്വലാത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാലാഖമാരിലൂടെ എന്നിലേക്ക് എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കൂടുതൽ സ്വലാത്ത് ചെല്ലണം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എത്രയാണ് നമ്മൾ ചിന്തിക്കണം. അഹ്ലു കിതാബികൾ യഹൂദികളെക്കാളും നസാറാക്കളെക്കാളും നമ്മൾ മുന്നിലായത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ യൗമുൽ ജുമുഅ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ അവർ നമ്മളെക്കാളും മുമ്പ് ഇവിടെ വന്നവരാണ്. അവർക്ക് ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, നാളെ പരലോകത്ത് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് നമുക്ക് മുന്നേ വന്നിട്ടുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളും
അവർക്കും സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക യൗമുൽ ജുമുഅ കൊണ്ടാണ്. യൗമുൽ ജുമുഅ കൊണ്ട് നമ്മൾ മുന്നിലായി. യൗമുസ് സബ്താണ്, ശനിയാഴ്ച ദിവസമാണ് യഹൂദികൾക്ക്. യൗമുൽ അഹദ് ഞായറാഴ്ചയാണ് നസാറാക്കൾക്കുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക നമ്മളെ മുന്നിലാക്കിയ ഈ ദിവസത്തെ നമ്മൾ ബഹുമാനിക്കണം. ഈ ദിവസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ ഈദായി കൊണ്ട് പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളെ, സമയങ്ങളെ, സ്ഥലങ്ങളെ ഒക്കെ നമ്മൾ ബഹുമാനം കൊടുക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നതിന് അത് ആവശ്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള വെള്ളിയാഴ്ച ദിവസത്തെ ആദരിക്കുവാനും ആ ദിവസത്തിൻ്റെ പുണ്യം, ആ നൂറ്, ഈ ബഹുമാനം കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വെളിച്ചം പ്രവേശിപ്പിക്കുന്നത്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട സർവ്വതിനോടും ഒരു ആദരവ് നമുക്കുണ്ടാകണം. ആ നൂറ് ഹൃദയത്തിലുള്ളവനുണ്ടാകും. പള്ളിയോട് ബഹുമാനം ഉണ്ടാകും, മദ്രസയോട് ബഹുമാനം ഉണ്ടാകും, പണ്ഡിതന്മാരോട് ബഹുമാനം ഉണ്ടാകും, വെള്ളിയാഴ്ച ദിവസത്തോട് ബഹുമാനം ഉണ്ടാകും, കഅബയോട് ബഹുമാനം ഉണ്ടാകും, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ ഒരു ഹൃദയബന്ധം അവനുണ്ടാകും. വെള്ളിയാഴ്ച ദിവസം മറ്റു ദിവസങ്ങളെ പോലെ അവഗണിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ സ്മരണ ഒരു പ്രത്യേകമായ രൂപത്തിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അൽ കഹഫ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. വെള്ളിയാഴ്ച ദിവസം അൽ കഹഫ് പാരായണം ചെയ്യുമ്പോൾ ആ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു നൂറ് നൽകും, വെളിച്ചം നൽകുമെന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് വെളിച്ചം നൽകാനുള്ളതാണ് ഈ ഇബാദത്തുകൾ മുഴുവനും. നമുക്ക് അള്ളാഹുവിൻ്റെ ആ നൂറ് കരസ്ഥമാക്കുന്നതിനാണ് നമ്മൾ ഈ ദീനിയായ പരിശ്രമങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ, അള്ളാഹുവിൻ്റെ താമായ നൂറ് നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. ആ വാക്കൊക്കെ വായിക്കുമ്പോണ്ടല്ലോ അത് നമ്മൾ കൊതിക്കണം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ നൂറിലേക്ക് വഴി നടത്തുന്നു. എന്നെ വഴി നടത്തണം നമ്മൾ ആഗ്രഹിക്കണം, കൊതിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നോ? എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ യാചിക്കുകയാണ്, പ്രകാശം നൽകൂ, നൂറ് നൽകൂ പടച്ചവരെ, എൻ്റെ കണ്ണിന് നൂറ് നൽകൂ, കാഴ്ചയ്ക്ക് നൂറ് നൽകൂ, കേൾവിക്ക് നൂറ് നൽകൂ, എൻ്റെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും താഴെയും മുകളിലും നൂറ് നൽകൂ അള്ളാഹുവേ. മറ്റൊരു ഹദീസിൽ കാണാം, എൻ്റെ ശരീരം, എൻ്റെ മജ്ജയിലും മാംസത്തിലും രോമത്തിലും നീ നൂറ് നൽകു പടച്ചവനെ. നമുക്കും വേണം ഈ ആഗ്രഹവും. നമ്മുടെ പ്രവാചകന്റെ ആഗ്രഹങ്ങൾ നമ്മുടെയും ആഗ്രഹമായി മാറണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ നൂറ് കൊണ്ട് നമ്മുടെ എല്ലാം പ്രകാശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തും മാപ്പാക്കി തരണേ റഹ്മാനെ. ശിഷ്ടകാലം പാപമുക്തമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഞങ്ങളിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. അവർക്കും ഞങ്ങൾക്കും ആഫിയത്തോടു കൂടെയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണിത്. കാരണം നല്ലൊരു കോമ്പൗണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഞാൻ ഒരുപാട് പള്ളികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയാണ്. നമ്മളിതിനെ വളർത്തണം. എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ചെയ്യണം. ഇതിന് എത്രത്തോളം പുരോഗതിയിലേക്ക് എത്തി. ഇതേപോലെ സൗകര്യമുള്ളൊരു പള്ളി ഏതൊരു നാട്ടുകാരും കൊതിച്ചു പോകും, വാഹനം പാർക്ക് ചെയ്യാനും. ഇത്ര മനോഹരമായ ഒരു അന്തരീക്ഷമുള്ള ഒരു പള്ളി. ഇതിനെ എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനെ സഹായിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.